ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതി. പൂജ നടത്താനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം അലഹബാദ് ഹൈക്കോടതി തള്ളുകയായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ജിൽബി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ജിൽബി, അങ്ങനെ ഗ്യാൻവാപ്പി മസ്ജിദിൽ ഹിന്ദു ആചാരപ്രകാരം പൂജ നടത്താനുള്ള ഒരു അനുമതി നൽകുന്ന നടപടി അലഹബാദ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായല്ലേ? ഈ മസ്ജിദ് കമ്മിറ്റിയുടെ അപ്പീൽ പൂർണ്ണമായും തള്ളിയോ? ശരത്ത്, ഇപ്പോൾ ഈ പൂജ നടത്താൻ വാരണാസി ജില്ലാ കോടതി നൽകിയ അനുമതി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മസ്ജിദ് കമ്മിറ്റി കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യം, അതായത് ഈ പൂജ നടത്തണം അല്ലെങ്കിൽ അത് ഉത്തരവ്, വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ അപ്പീലാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ അപ്പീൽ തള്ളിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്, കാരണം ഇപ്പോൾ അവിടെ പൂജ നടക്കുകയാണ്, അതിനാൽ തന്നെ പൂജയുടെ എല്ലാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ പൂജ ദിവസേന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ പൂജ നടന്ന പ്രദേശം അല്ലെങ്കിൽ പൂജയ്ക്കായിട്ട് അനുമതി നൽകിയ പ്രദേശം റിസീവർ ഭരണത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ റിസീവർ ഭരണത്തിലേക്ക് പോയിരുന്ന സമയത്ത് ആ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മസ്ജിദ് കമ്മിറ്റി രംഗത്തെത്തുകയോ അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതിനാൽ തന്നെ ആ സമയത്ത് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാത്ത മസ്ജിദ് കമ്മിറ്റിക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഈ പൂജയ്ക്ക് അനുമതി നൽകിയപ്പോൾ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അലഹബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നുണ്ടായത്. അതിനാൽ തന്നെ ഈ പൂജ ഹിന്ദുക്കൾക്ക് നടത്താം എന്ന് തന്നെയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കാരണം ജനുവരി 31 വാരണാസി ജില്ലാ കോടതി ഇത്തരത്തിൽ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ തെക്കേ ഭാഗത്തുള്ള നിലവറകളിൽ, അതായത് വ്യാസ് തെഹ്ഖാനയിൽ പൂജ നടത്താൻ ഹിന്ദുക്കൾക്ക് അനുമതി നൽകുകയും അതിന്റെ ഭാഗമായിട്ട് 7 ദിവസത്തിനുള്ളിൽ അതിനുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കാനായിട്ട് നിർദ്ദേശിക്കുകയുമായിരുന്നു. എന്നാൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറിനുള്ളിൽ, അതായത് അർദ്ധരാത്രിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഈ പൂജകൾക്കുള്ള നടപടികൾ അവിടെ ഒരുക്കുകയും പൂജ തുടങ്ങുകയുമാണ് ചെയ്തത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ പൂജ സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ സർക്കാർ അവിടെ ഒത്തുകളിക്കുന്നു, ഇത്തരത്തിൽ പൂജ നടത്താൻ ഹിന്ദുക്കൾക്ക് അനുമതി കൊടുക്കുന്നു, അതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിൽ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിക്കുകയും എന്നാൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പിന്നീട് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഇപ്പോൾ ജസ്റ്റിസ് രോഹിത് രഞ്ജന്റെ സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിൽ പൂജ തുടരാം എന്നുള്ള വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ശരത്. ശരി, ജിൽബിയാണ് ദില്ലിയിൽ നിന്ന് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത്.